ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രീപ്പ് പേപ്പർ കൊണ്ടുള്ള ഒരു ഫ്ലവറുമായിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 കളറുള്ള ക്രീപ്പ് പേപ്പറാണ് ഉപയോഗിക്കുന്നത്. വൈറ്റ്, യെല്ലോ ആൻഡ് ഗ്രീൻ. 2 ടൈപ്പിലുള്ള ക്രീപ്പ് പേപ്പർ ഉണ്ട് കേട്ടോ, കട്ടിയുള്ളതും കട്ടി കുറഞ്ഞതും. ഞാനിവിടെ ഉപയോഗിക്കുന്നത് കട്ടി കൂടിയ ക്രീപ്പ് പേപ്പറാണ്. ഇതുകൊണ്ട് ഫ്ലവർ ഉണ്ടാക്കിയാൽ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 5 പീസായി കട്ട് ചെയ്തെടുത്തിട്ട് 5 സെൻറ്റിമീറ്റർ വീതിയിലും 9 സെൻറ്റിമീറ്റർ നീളത്തിലുമായിട്ട് 5 പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലൊരു പീസ് 2 നീളത്തിൽ മടക്കിയിട്ട് ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ പെറ്റൽ പോലെ അതേ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. റോസ് ഫ്ലവർ അത് തിന്നായിട്ടുള്ള ക്രീപ്പ് പേപ്പർ ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാൻ ഒന്ന് കണ്ടു നോക്കൂട്ടോ. ഇപ്പോൾ പെറ്റൽസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഓരോ പെറ്റൽസിൻ്റെയും സൈഡിലായിട്ട് നമുക്ക് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യാം. ഫെവിഗോൾ ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഓരോ പെറ്റൽസായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം.
നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ അറ്റത്തുള്ള സ്റ്റിഗ്മ പോർഷൻ എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് യെല്ലോ ക്രീ പേപ്പർ എടുത്ത് ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്ത് എടുക്കാം. എന്നിട്ട് ഗ്ലൂ ഉപയോഗിച്ച് അതിനെ ഫ്ലോറൽ വയറിൻ്റെ അറ്റത്തായിട്ട് ഒട്ടിച്ചെടുക്കുക. നെക്സ്റ്റ് ആയി നമുക്ക് ഗ്രീൻ ക്രീ പേപ്പർ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം. ഇനി ഗ്രീൻ ടാപ്പ് ഉപയോഗിച്ച് ഒന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ ഫ്ലവർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് റെഡ് കളർ ഉപയോഗിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്ഡിങ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ആയിട്ട് ലീഫ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ ക്രീ പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്യുക. ഗ്ലൂ ഗൺ തേച്ച് ഫ്ലോറൽ വയർ ഉപയോഗിച്ച് ലീഫിൻ്റെ അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ എല്ലാ ലീഫും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഗ്രീൻ ടാപ്പ് ഉപയോഗിച്ച് ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം പേപ്പർ ഫ്ലവറിൻ്റെ കൂടെ ഒന്നുകൂടി ഗ്രീൻ ടാപ്പ് വെച്ച് ചുറ്റിയെടുക്കാം. അപ്പോൾ അതെ നമ്മുടെ പേപ്പർ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ.